അതിരപ്പള്ളി മേഖലയിൽ വീണ്ടും ജനങ്ങളുടെ പ്രതിഷേധം. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കാട്ടാനകളെ അയ്യമ്പുഴ ജനവാസ മേഖലയിലേക്ക് കടത്തിവിടുന്നതായി പരാതി. ജീവനും സ്വത്തിനും ഭീഷണിയായെന്നും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും. അതിരപ്പള്ളി ജനവാസ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പിനോ ഉദ്യോഗസ്ഥർക്കോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ അക്രമകാരികളായ കാട്ടാനകളെ അയ്യമ്പുഴ ജനവാസ മേഖലയിലേക്ക് ഓടിച്ചുവിടുന്നതായി നാട്ടുകാരുടെ പരാതി. വൈശ്ശേരി സ്വദേശി മോഹനൻ കാട്ടാന ആക്രമത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതിനു ശേഷം പ്രദേശത്ത് ആനകളെ തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വനത്തിൽ നിന്നും ആനകളെ തുരത്തിയോടിച്ചത് ജനവാസ മേഖലയിലേക്കാണ്. ഇതോടെയാണ് അയ്യമ്പുഴയിലെ നിവാസികൾ വെറ്റിലപ്പാറ പാലം ഉപരോധിച്ച് സമരം നടത്തിയത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ നിലവിൽ കാട്ടാനശല്യം വളരെ ഉള്ളൊരു പഞ്ചായത്ത് തന്നെയാണ്. ജനങ്ങളുടെ സ്വത്തിന് ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പല പ്രാവശ്യം ഇതുപോലെ സമരങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് നടത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി പഞ്ചായത്തിൽ ഒരു ആളെ കൊന്നൊരു ആനകളെ ഉൾപ്പെടെ ഒരു 40ഓളം ആനകളെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അവിടുത്തെ ജനങ്ങളും RRT അംഗങ്ങളും ഉൾപ്പെടെ ഈ പഞ്ചായത്തിലേക്ക് സ്പെഷ്യൽ ഡ്രൈവ് പ്രകാരം കടത്തുന്ന ഒരു അറിഞ്ഞതുകൊണ്ടും അപ്പോൾ ഇവിടെ ജനവാസ മേഖല കൂടുതലുള്ളൊരു ഏരിയയിലേക്കാണ് ഇപ്പോൾ ആനയെ ഇങ്ങോട്ടേക്ക് കടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. അത് കണക്കിലെടുക്കാതെ തിരികെയും അവിടെ നിന്നുള്ള ആനകളെ ഈ പുഴയ്ക്കപ്പുറം ഇങ്ങോട്ടേക്ക് കടത്തി വിടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ജീവന സ്വത്തിന് വളരെ. മേഖലയിൽ കാട്ടാനയെ തുരത്താൻ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നുണ്ടെങ്കിലും പ്രദേശവാസികൾ ഭീഷണിയിലാണ്. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് മറ്റൊരു ജനവാസ മേഖലയിലേക്ക് കടത്തിവിട്ടിട്ട് എന്തു പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.